ഗതാഗതക്കുരുക്കിനിടെ സമയക്രമം പാലിക്കാനുള്ള ബസ്സുകളുടെ മത്സരയോട്ടം വടക്കൻ കേരളത്തിലെ റോഡുകളിൽ സ്ഥിരം കാഴ്ചയാണ്. അപകടങ്ങൾ തുടരുമ്പോഴും ഈ മരണപ്പാച്ചിലിന് അറുതി വരുത്താൻ ആർക്കുമായിട്ടില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ അമിത വേഗത്തിലെത്തിയ ബസ്സിടിച്ച് മരിച്ച തസ്ലീമയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോഴും ആ ആഘാതത്തിലാണ് ആ കുടുംബം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉമ്മ നഷ്ടപ്പെട്ട് അത്രേ. ഞങ്ങൾക്ക് അല്ല, ഇവിടെ എല്ലാവർക്കും, നാട്ടിലായാലും കുടുംബത്തിലായാലും എല്ലാവർക്കും. കുറച്ച് കിടന്നാലും പ്രശ്നമില്ലേനു. എൻ്റെ രോഗമുള്ളതാണ്, നമുക്ക് അത്ര ഇതില്ലേനു. ഇതന്ന് രാവിലെ എന്നെ പറഞ്ഞയച്ചതാണ്. ഭക്ഷണമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ അന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയതാണ്. പിന്നെ 2:30 പിന്നെ മരണ വാർത്ത അറിഞ്ഞിട്ട് പോകും. വർഷം ഒന്നായിട്ടും ഈ വീടിന് അതിജീവിക്കാനായിട്ടില്ല. ഭർത്താവ് അബൂബക്കറിനൊപ്പം മരണവീട്ടിൽ പോയി മടങ്ങുമ്പോൾ പെരുമുഖം പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു മരണവേഗത്തിലെത്തിയ ബസ് ഇവരുടെ സ്കൂട്ടർ തട്ടിയിട്ടത്. എൻ്റെ അപ്പുറത്തൊരു ബസ് ഉണ്ട് മുമ്പിൽ, പക്ഷെ അതിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന വരവിലാണ് ഇങ്ങനെ കുറച്ച് കാറുള്ളത് അവർ കണ്ടില്ല. പക്ഷെ എനിക്കടിച്ചത് വണ്ടിൻ്റെ ബാക്കടിച്ചു. ആ പളവിൽ പോലും കാറിനെ ഓവർടേക്ക് ചെയ്തതിൽ ബാക്കാണ് കണ്ടിടിച്ചത്. അത് ഭാര്യനെ എവിടുന്ന് കുളത്തിന്നുള്ള പിന്നെ ഞാൻ തന്നെ അതിർത്തിയും കഴിഞ്ഞിട്ട് അപ്പുറത്ത് കയറി. എൻ്റെ അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഭാര്യ പറഞ്ഞതിനോട് ആളെ കൊല്ലുന്ന വണ്ടിയായിട്ടാണ് വരുന്നത്. അപകടം പറ്റിയ തസ്ലീമയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും മുതിരാതെ ബസ് ജീവനക്കാർ കടന്നുകളഞ്ഞു. തെറിച്ചു വീണ് പരിക്കേറ്റ അബൂബക്കർ തന്നെയാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ രക്ഷിക്കാനായില്ല. അതിന്റെ 3-ാം നാൾ തൊട്ട് കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ അപകടമുണ്ടാക്കിയ ആ ബസ് വീണ്ടും സർവീസ് നടത്തി തുടങ്ങി. നിരത്തിലെല്ലാം പഴയ പടി തന്നെയായി. ഇപ്പോഴും കണ്ണൂർ കോഴിക്കോട്, പാലക്കാട് കോഴിക്കോട് റൂട്ടുകളിലെല്ലാം സ്വകാര്യ ബസ്സുകളുടെ തിരക്കിട്ടോട്ടത്തെ പേടിക്കാതെ വണ്ടി ഇറക്കാനാകില്ല. മത്സരമായോണ്ട് ഇപ്പോൾ പൊതുവെ ബൈക്കുമ്പോൾ പോകാൻ തന്നെ പേടി. ഓരോ ബസ് വരുന്ന കാണുമ്പോൾ തസ്ലീമ നടത്തി വന്ന ഈ മില്ലിന്റെ അവസാനത്തെ ലോൺ അടവിന് 10 ദിവസം ബാക്കിയുള്ളപ്പോഴായിരുന്നു അപകടം. അതുകൂടി അടച്ചു തീർത്തൊന്ന് സ്വസ്ഥമായി ഉറങ്ങണം എന്നായിരുന്നു അവരുടെ മോഹം. ഇതുപോലെ അതിസാധാരണക്കാരായ പാവങ്ങളുടെ ഒരുപാട് കൊച്ചു മോഹങ്ങളാണ് നിരത്തിൽ ഈ മത്സരയോട്ടത്തിനിടെ പൊലിഞ്ഞു പോകുന്നത്. രാഹുൽ മക്കടക്കൊപ്പം കൃഷ്ണേന്ദു, ബിഗ് TV ജേർണലിസ്റ്റ്, കോഴിക്കോട്.